കാലത്തിന് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് ട്രബിൾ എനിക്ക് നന്നായിട്ടാണ് കേട്ടോ. എങ്ങോട്ടാണ് ഒരുങ്ങി കിട്ടിയതും കോളേജ് ബസ്സിൽ നിന്നുണ്ടാവില്ല പറയാടോ. ഇന്നാണ് നമ്മുടെ സീനിയേഴ്സിൻ്റെ ഗ്രാജുവേഷൻ സെറമണി. സോ ഇവരൊക്കെയാണ് നമ്മുടെ ബസ് മേറ്റ്സ്. കളർ ഡ്രസ്സിലായതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം കോംപ്ലിമെൻറ്റ്സും ഊക്കലും കൈ നിറയെ മേടിച്ചിട്ടാട്ടോ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്നാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിനിടയിൽ നമ്മുടെ പ്രൊജക്റ്റ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഹറിബറിയിലും കൂടെ ആട്ടോ നമ്മൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ഡ്രസ്സിങ് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്ന് തന്നെ പറയാം കേട്ടോ. സുൽബിത തന്ന സാരിയാണ്. ഇത് വന്ന് നോക്കുമ്പോൾ ആച്ചിൻ സസ്പെൻഡ് ഇട്ടുകൊണ്ട് നമുക്ക് സാരി ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും നല്ല രസമുണ്ടായിരുന്നു സാരിയിൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ സീനിയേഴ്സിൻ്റെ ഗ്രാജുവേഷൻ സെറമണിക്ക് അവിടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ പുറത്തു നിന്നിട്ട് മെയിനായിട്ട് ഫോട്ടോ സെഷൻ. ബട്ട് ഇവരുടെ ഒരു ഫോട്ടോ സെഷൻ കാണുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഇയർ ഇനി നമ്മൾ ഇതുപോലെ ആലോചിച്ചിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഡിംബിച്ചി കെസ്ല താത്ത. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മിസ്സിന്റെ മുഖത്ത് പ്ലാനത് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ റിവ്യൂ ചോദിച്ചു. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ബിരിയാണി ഇന്ന് അടിപൊളിയായിരുന്നു. ഇന്നത്തോടൊക്കെ ഒരു കാര്യം മനസ്സിലായി. LLB ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവർക്കും നല്ലൊരു ഭാവിനായി ഇതിൽ കാണുന്നുണ്ട്. ഇന്ന് ഇവിടെ എത്തിയതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ദേ ഇതൊക്കെ തന്നെ അല്ലടോ. ഇന്ന് നമ്മൾ ഇവർക്കുണ്ടല്ലോ ഒരു കുഞ്ഞു ഫെയർവെൽ പാർട്ടിയും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവരും കൂടെ സ്റ്റേജ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഇടുമ്പോഴായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ മിസ്സുമാർക്കൊക്കെ ഇത്രയും സ്കില്ലുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സീനിയേഴ്സിന് ചെറിയൊരു പണിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും മനസ്സിലായി ഇവർക്ക് ഇത്രയും തൊലിക്കട്ടിയുണ്ടെന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ 5 years ജേണിയിൽ ഉണ്ടായിട്ടുള്ള ഓരോ മെമ്മറബിൾ മൊമെൻറ്റ്സ് നമ്മളിങ്ങനെ പ്രൊജക്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ റിട്ടേൺ ഗിഫ്റ്റും കൂടെ കൊടുത്തിട്ട് നമ്മൾ പരിപാടി ഇങ്ങനെ വൈൻഡപ്പ് ചെയ്തു. നീ അതൊക്കെ വേണ്ടി നമുക്ക് ഇച്ചിരി ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ തീർക്കാൻ വേണ്ടി നമ്മൾ ജ്യൂസ് കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയാണ് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ.